ഞങ്ങളൊരു യാത്ര പോവുകയാണ്. സിക്കിമിലെ ഗാംഗ്ടോക്കിലേക്കും അതിനുശേഷം ഡാർജിലിംഗിലേക്കും അവസാന ദിവസം കൊൽക്കത്തയിലേക്കും. ഈ യാത്ര തുടങ്ങുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. രാവിലെയുള്ള ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പുറപ്പെട്ടത് ഡൽഹിയിലേക്ക്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും സുലീഷും മാത്രമല്ല കേട്ടോ, കൂടെ 10-14 പേരും ഉണ്ട്. അതിനു പുറമെ ഞങ്ങളുടെ ഗൈഡ് മനുവും കൂടെ ഉണ്ടായിരുന്നു. ഈ ട്രിപ്പ് ഞങ്ങൾ പോകുന്നത് ഫ്ലൈ നേച്ചർ ഹോളിഡേയ്സിൻ്റെ ടൂർ പാക്കേജിലാണ്. അപ്പോൾ ഒരു അടിപൊളി യാത്രയ്ക്കാണ് തുടക്കം കുറിക്കുന്നത്. ഇനി എന്തൊക്കെ അനുഭവങ്ങൾ കാത്തിരിക്കുകയാണെന്ന് നമുക്ക് കണ്ടറിയാം. ഞങ്ങൾ ഡൽഹിയിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഇൻഡിഗോയുടെ വേറൊരു കണക്ഷൻ ഫ്ലൈറ്റിൽ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഇറങ്ങിയപ്പോഴേക്കും ട്രിപ്പ് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിക്ക് സമീപമുള്ള പ്രധാന എയർപോർട്ടാണിത്. ഈ എയർപോർട്ട് ഇന്ത്യൻ എയർഫോഴ്സിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സിവിൽ എയർപോർട്ടാണ്. ഇവിടെ നിന്ന് കൊൽക്കത്ത, ഡൽഹി, ബാംഗ്ലൂരു തുടങ്ങിയ നഗരങ്ങളിലേക്ക് സ്ഥിരമായ വിമാന സർവീസുകളുണ്ട്. സിക്കിം, ഡാർജിലിംഗ് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാരുടെ പ്രധാന പ്രവേശന കവാടമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബാഗ്ഡോഗ്രയിൽ നിന്നും സിക്കിമിലെ ഗാംഗ്ടോക്കിലേക്ക് യാത്ര തിരിച്ചു. കാറിലാണ് പോകുന്നത്. പക്ഷേ സാധാരണ റോഡ് ട്രിപ്പ് അല്ല കേട്ടോ ഇത്. വഴിയൊക്കെ മലഞ്ചെരുവുകൾ കുത്തനെ കയറിയതും ഇറങ്ങിയതുമാണ്. വളഞ്ഞും പുളഞ്ഞു പോകുന്ന റോഡുകളാണ്. ഓരോ തിരിവിലും പുതിയ പുതിയ വ്യൂസാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ നദികളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ കഴിഞ്ഞു. അതിനിടയിൽ നമ്മളെ കൂടെ ഫോളോ ചെയ്യുന്നത് പോലെ ഒഴുകുന്ന ടീസ്റ്റ റിവറും കണ്ടു. വൈകുന്നേരം ഒരു 7 മണിയോടെ ഞങ്ങൾ ഗാംഗ്ടോക്കിൽ എത്തി. ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഇനി ചെറിയൊരു വിശ്രമം. ഇതാണ് ഞങ്ങൾക്കായി റൂം ഒരുക്കിയിട്ടുള്ള ഹോട്ടൽ. നല്ല തണുപ്പും ശാന്തമായൊരു വൈബും ആയിരുന്നു ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും യാത്രയുടെ വിശേഷങ്ങൾ പങ്കിടാനുമുള്ള നല്ലൊരു സ്പോട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മാത്രമല്ല കൂടെ 14 പേരുള്ള വലിയൊരു ട്രാവൽ ഗ്യാങ് ഉണ്ടെന്ന്. അതാണ് ഈ കാണുന്ന മുഴുവൻ ടീം കേട്ടോ. ഇനി ഇവരോടൊപ്പമുള്ള അടിപൊളി നിമിഷങ്ങളാണ് ഈ യാത്രയെ കൂടുതൽ സ്പെഷ്യലാക്കാൻ പോകുന്നത്. പിറ്റേന്ന് ഞങ്ങൾ പോകുന്നത് പ്രശസ്തമായ നാഥുല പാസ് കാണാനാണ്. ഇന്ത്യയെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന ഹിമാലയ മലനിരകളിലെ അതിപ്രധാനമായ ഒരു അതിർത്തി പാതയാണിത്. മഞ്ഞുമലകളും അതിമനോഹരമായ കാഴ്ചകളും ചരിത്ര പ്രാധാന്യവും ചേർന്നൊരു അത്ഭുത സ്ഥലം. അവിടുത്തെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.